വിശുദ്ധ റമളാൻ ഏറെ മഹത്വമുള്ള മാസമാണ്. ഷഹറുൻ അലീമുൻ ഷഹറുൻ മുബാറക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. മഹോന്നതമായ മാസം, അനുഗ്രഹ സമ്പൂർണമായ മാസം. റമളാൻ വിശ്വാസികൾക്ക് നന്മയുടെ വിത്തുപാകലിന്റെ ദിനരാവുകളാണ്. റമളാനിൽ നിർബന്ധാനുഷ്ഠാനങ്ങൾക്ക് 70 ഇരട്ടി പ്രതിഫലമാണ്. ഐച്ഛിക കർമ്മങ്ങൾക്ക് അഥവാ സുന്നത്തായ ആരാധനകൾക്ക് ഫർളായ കർമ്മങ്ങളുടെ പ്രതിഫലം. അതാണ് വിശുദ്ധ റമളാൻ വിശ്വാസികളുടെ വിത്തുപാകൽ എന്ന് പറഞ്ഞത്. നന്മകളുടെ വിളവെടുപ്പ് നാളിൽ അഥവാ അന്ത്യനാളിൽ നോമ്പുകാരന് അത് കൊയ്തെടുക്കും. ഒരു റമളാൻ കഴിഞ്ഞാൽ സ്വർഗം അടുത്ത റമളാനിനായി അണിഞ്ഞൊരുങ്ങുമെന്ന് ഹദീസിലുണ്ട്. റമളാൻ ആരംഭിക്കുന്നതോടെ പരമദയാലുവും കാരുണ്യവാനുമായ റബ്ബ് തആല അവന്റെ അടിമകളോട് പറയും, എന്നോട് പാപമോചനം തേടുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ മാപ്പ് ചെയ്യാൻ തയ്യാർ. വിഭവങ്ങൾ ആവശ്യപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? സമൃദ്ധമായി നാം നൽകും. പരീക്ഷണ വിധേയനായി എന്നോട് സങ്കടമുന്നയിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ സമാധാനം നൽകും. സ്വർഗലോകത്തിന്റെ വർഷാരംഭം റമളാനാണ്. സ്വർഗീയാനുഭൂതികളുടെ നവവത്സര സന്തോഷത്തിലാണ് വിശ്വാസികൾ. സാധ്യമാകുന്നത്രയും നന്മകൾ ചെയ്യണം. ഉന്മേഷാരവത്തോടെ കർമ്മനിരതരാവുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യസാഗരം നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. വിശുദ്ധ റമളാനിനോടുള്ള ആദരവാണ് കർമ്മോത്സുകതയുടെ പ്രേരകം. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ച മാസം, മാസങ്ങളുടെ സയ്യിദ് ഷുഹൂർ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. റമളാൻ ആഗതമാവുന്നതോടെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടയുന്നു. നന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നേറുവിൻ, നിങ്ങളെ സ്വീകരിക്കുവാൻ സ്വർഗം കാത്തിരിക്കുന്നു എന്ന് റമളാനിന്റെ ഓരോ രാവിലും മലക്കുകൾ വിളിച്ചു പറയുന്നു. അല്ലാഹുവേ, ഈ പുണ്യമാസത്തിൽ നിന്റെ ദാസരിൽ നിന്നും കുറേയധികം ആളുകളെ എന്നിൽ താമസിപ്പിക്കണമേ തമ്പുരാനെ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു. നോമ്പല്ലാത്ത ഇബാദത്തുകളിൽ നാം ചില കാര്യങ്ങൾ പ്രവർത്തിക്കലാണുള്ളത്. നോമ്പ് അങ്ങനെയല്ല, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് ദൃശ്യമായ അമലല്ല. നോമ്പുകാരന്റെ നോമ്പ് ഉടമസ്ഥനായ അള്ളാഹു മാത്രം അറിയുന്നു. പിശാചിനെ പരാജയപ്പെടുത്തുന്ന കർമ്മമാണ് നോമ്പ്. ശാരീരികേച്ഛകളിലൂടെയാണ് പിശാച് മനുഷ്യനിൽ പ്രവേശിക്കുക. ഇച്ഛകളെ കീഴ്പ്പെടുത്താൻ ഏറ്റവും അഭികാമ്യമായ മാർഗമാണ് വിശപ്പും ദാഹവും. നോമ്പിലൂടെ പിശാചിന്റെ കുതന്ത്രങ്ങളുടെ മൂർച്ച കുറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, നിശ്ചയം പിശാച് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പ്രവേശിക്കുന്നു. വിശപ്പിലൂടെ, ദാഹത്തിലൂടെ പിശാചിന്റെ സഞ്ചാരപഥങ്ങളെ നിങ്ങൾ ഇടുക്കമാക്കുക.